ന്യൂനപക്ഷം തീവ്രവാദികൾ മുസ്ലിം സമുദായത്തിലും ഉണ്ടാവാം. പക്ഷേ തീവ്രവാദത്തിലേക്ക് മുസ്ലിം സമുദായ അംഗങ്ങൾ പോകാതിരിക്കുന്നതിന് വലിയൊരു പങ്ക് മുസ്ലിം ലീഗ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി വഹിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കില്ലേ? ഈ മുസ്ലിം ലീഗ് നിലനിൽക്കുമ്പോഴാണ് ഈ തീവ്രവാദി പ്രസ്ഥാനം ഇവിടെ വളരുന്നത്. മുമ്പില്ല. അതിനെന്താ കാരണം എന്ന് കണ്ടെത്തണം. മുമ്പില്ലല്ലോ, തീവ്രവാദി പ്രസ്ഥാനം ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ നമ്മുടെ സിമി ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു ദൈത്യം വന്നത് അതുപോലെ വരികയാണ്. ഇപ്പൊ ഈ സോളിഡാരിറ്റി സിമി പോലെ വരികയാണ്. NDF ഇതൊക്കെ തീവ്രവാദമാണ്. ഒരു സംശയം എനിക്ക് ആ കാര്യത്തിലില്ല. അവരെ പ്രവർത്തനങ്ങൾ സജീവമായത് കേരളത്തിലെ മാത്രം റിസോഴ്സ് വെച്ചുകൊണ്ടല്ല. അത് നമ്മൾ പരിശോധിച്ചാൽ അറിയാം. അല്ല, ലീഗിനെ കൊണ്ടല്ല ഇവരുണ്ടായത്. ഇവരെ ഇതിന്റെ പുറമെയുള്ള ചില ശക്തികളുടെ പ്രേരണയും സഹായവും കൊണ്ടുണ്ടായ തീവ്രവാദം. താങ്കൾ ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ ഈ ലീഗ് ഉണ്ടായിട്ടും ഈ തീവ്രവാദത്തെ തടയാൻ കഴിഞ്ഞില്ലെന്നാണോ? അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് ലീഗിന് ആദ്യത്തിൽ ഇത് കാണാൻ കഴിഞ്ഞില്ല, തുടക്കത്തിൽ. ഇപ്പൊ അവരെതിരായിട്ട് പറയുന്നുണ്ട്. അവരുടെ യൂത്ത് ലീഗൊക്കെ നന്നായി അത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവരിൽ വിശ്വാസവും കുറഞ്ഞ ആളുകൾക്ക് അതും ഒരു ഘടകം. ലീഗിൽ വിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് ലീഗിന്റെ നേതാക്കളിൽ വിശ്വാസം കുറഞ്ഞു പറയാൻ പറ്റുമോ? ലീഗിൽ വിശ്വാസം നേതാക്കളിൽ എല്ലാവരും, പ്രവർത്തകരിൽ എല്ലാവരും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായ അംഗങ്ങൾ വളരെ വിശാല വീക്ഷണമുള്ള കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ അണിചേരാത്തത്? അവർ കൂടുതൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. കോൺഗ്രസിന് പല ബുദ്ധിമുട്ടുകളുണ്ട്, ചില ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും കോൺഗ്രസ് അത്ര ക്ഷീണിച്ച പ്രസ്ഥാനമല്ല മലബാറിൽ. ഇപ്പോൾ ഇന്നും മറ്റേത് പ്രസ്ഥാനങ്ങളെ, ഇപ്പോൾ ലീഗിനേക്കാളൊക്കെ വലിയ പ്രസ്ഥാനമൊന്നും മലബാറിൽ കോൺഗ്രസ് തന്നെ. മലപ്പുറത്ത് ലീഗായിരിക്കും, മലബാർ എടുത്താൽ കോൺഗ്രസ് തന്നെ. ഇപ്പോൾ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങളിലെ അതിലെ ലീഗിന്റെ ഒരു പ്രതികരണം താങ്കളെ തന്നെ അത്ഭുതപ്പെടുത്തിയോ? പിന്നെ അത് ഒന്നവർക്ക് അറിയില്ല, അവരെന്താ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഒരു കാര്യം എനിക്കതിലുള്ളത്, ഞാൻ അവിടുത്തെ ആ പയ്യന്മാരാണത് കൊണ്ടുവന്നത്. അതിനൊന്നും ഞാൻ മറുപടി പറയില്ല, മനസ്സിലായി. അവരെ ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് മാത്രമല്ല, അസംബ്ലിയിൽ ഇബ്രാഹിം കുഞ്ഞ് പ്രസംഗിക്കുമ്പം മാർക്സിസ്റ്റുകാർ ചോദിച്ചു ഇതിനെപ്പറ്റി. അപ്പൊ അദ്ദേഹത്തിൽ യാതൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനത് ഇഷ്യൂ ആക്കണമെന്നില്ല. പക്ഷേ ഞാൻ ഏത് യോഗത്തെ പ്രസംഗിച്ചാലും എന്റെ പാർട്ടിക്ക് വേണ്ടിയല്ല പ്രസംഗിക്കുക. ഞാൻ വേറെ പാർട്ടി വളർത്താൻ ഞാൻ പ്രസംഗിക്കുമോ? ഞാൻ എന്റെ പാർട്ടി അതിനുള്ള കാര്യങ്ങൾ എവിടെയും പറയും. പക്ഷെ താങ്കളുടെ പാർട്ടിയെ പറ്റി പറയുന്നു. പക്ഷെ ഒരു മുന്നണിയായിട്ട് നിന്ന് ലീഗിന്റെ കൂടി വോട്ട് വാങ്ങിയാണ് താങ്കൾ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പതിന് ശേഷം ലീഗുകാരോട് താങ്കൾ ഒരു നന്ദികേട് കാണിക്കുന്നു എന്ന് അവർക്കും പറയാമല്ലോ. എങ്ങനെ? എന്റെ പാർട്ടിയെ ശക്തിപ്പെടുത്തി ഞങ്ങൾ വാർഡിൽ സജീവമായിട്ട് പ്രവർത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ, അങ്ങനെ വന്നാൽ മുസ്ലിം ലീഗ് അടക്കങ്ങളെ പിറകിൽ വരും എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? എന്ന് മാത്രമല്ല, ഞാൻ പിന്നെ മുസ്ലിം ലീഗിനെ വളർത്താനാണോ ഞാൻ പ്രവർത്തിക്കണം? ഇപ്പൊ ഞാൻ കണ്ണൂരാണെങ്കിൽ പറയും മാർക്സിസ്റ്റ് നിങ്ങളെ പിറകിൽ വരും എന്നറിയും. കാരണം അവിടെ വലിയ പാർട്ടി അവരാ, ഇവിടെ വരാണ് വലിയ പാർട്ടി. അതുകൊണ്ടാണത് പറയാം. അതിന് പിന്നെ വേറൊന്ന്, ഞാൻ ലീഗിനെ വളർത്താനില്ലല്ലോ, ഞാൻ കോൺഗ്രസിനെ വളർത്താൻ നടക്കുകയല്ലേ. ലീഗിനെ ശക്തിപ്പെടുത്താൻ ഞാനില്ലല്ലോ, മനസ്സിലായില്ലേ? വികാരപരമായിട്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ പാർട്ടി അണികൾ ഏറ്റെടുക്കാറുണ്ട്. ഇപ്പം AK ആന്റണിയുടെ പ്രസ്താവന, ന്യൂനപക്ഷ വിരുദ്ധമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ട പ്രസ്താവന, അത് ലീഗിന്റെ അണികളിലൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടാക്കിയ ഒന്നാണ്. അപ്പൊ അതുപോലെ ഒരു കാരണത്തിന് താങ്കൾ നിന്നുകൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതിലെന്താ, ഞാൻ എന്റെ പാർട്ടി ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അവർക്ക് നിന്നു കൊടുക്കല. അപ്പൊ ആന്റണി പറഞ്ഞതിനെ താങ്കൾ പൂർണ്ണമായി? പിന്നെ ആന്റണി പറഞ്ഞ വളരെ ശരിയല്ലേ. ഒരു അനുരഞ്ജന സ്വഭാവത്തോടു കൂടി പോവലാണ് നമുക്ക് നല്ലത്. ആന്റണി പറഞ്ഞതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. അത് പണ്ടും സുലൈമാൻ, ആന്റണി ഇപ്പോഴല്ല, പണ്ടും ഇത് പറഞ്ഞു. മത്തായി മാഞ്ഞൂരാൻ ഇതിലൊരു പ്രസംഗം നടത്തിയാലും ഇത് പറഞ്ഞിരിക്കണം. ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരുപക്ഷെ അവർക്ക് അർഹതപ്പെട്ടതിൽ കൂടുതൽ ശക്തിയായി, ഒരു സാമ്പത്തിക ശക്തിയൊക്കെയായി മാറിയിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങളിൽ സാമ്പത്തികമായി ശക്തി ആർജിച്ചോലുണ്ട്. അതേസമയത്ത് പാവങ്ങളും കുറേയുണ്ട്, ധാരാളം കഷ്ടപ്പാടും പ്രയാസം എല്ലാം ഉണ്ട്. അതേസമയത്ത് വലിയ സമ്പന്നന്മാർ അടുത്ത കാലത്തായിട്ട് കുറെ ഉണ്ടായിരിക്കണം. അതുണ്ട്, പാവങ്ങളും ഉണ്ട്. അത് രണ്ടും ഉണ്ട്. നമ്മളത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പൊളിറ്റിക്കൽ പവർ, മസിൽ പവർ, മണി പവർ
ഇതിലൊന്നും അത്തര പിറകിലല്ല ന്യൂനപക്ഷങ്ങൾ മൈനോറിറ്റി കേരളത്തിൽ എന്ന് എന്റെ അഭിപ്രായം. അത്തര പിറകിലല്ല. ഇതേ ആന്റണിയും പറഞ്ഞിട്ടുള്ളൂ. ഈ നിലമ്പൂരിലെ CPM-കാര് പൊതുവെ ഈ ആര്യാടൻ ഭക്തരാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോ ലീഗിനെ പിണക്കാൻ താങ്കൾക്ക് പേടിയില്ലാത്തത് ഈ CPM-ന്റെ അനുഭാവം കിട്ടുന്നതുകൊണ്ടാണോ? അവിടെ TK ഹംസയ്ക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് ഭൂരിപക്ഷം കിട്ടി. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് അതേ മണ്ഡലത്തിൽ 18,000 വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് CPM-നോട് കുറച്ച് അനുഭാവം, അല്ലെങ്കിൽ CPM-ൽ നിന്ന് കുറച്ച് അനുഭാവം ഇങ്ങോട്ട് താങ്കൾക്കുണ്ട് എന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ പറ്റൂല. പക്ഷേ ഞാനവിടെ ജനിച്ചു വളർന്നത്, കുറെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറെ ആളുകളൊക്കെ എനിക്ക് വോട്ട് ചെയ്യും. ചില ആളുകൾ അതുകൊണ്ട് എതിരായി ചെയ്യുന്നവരും ഉണ്ടാവും. സ്വാഭാവികമാണ്. ലീഗ് അല്പം പിണങ്ങിയാലും വിരോധമില്ല എന്ന താങ്കളുടെ ഈ ധൈര്യത്തിന്റെ അടിസ്ഥാനം അപ്പുറത്തുനിന്ന് കിട്ടുന്ന പിന്തുണയാണോ? അങ്ങനൊന്നുമില്ല. ലീഗിന് വളരെ പിണക്കാനല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ അഭിപ്രായം ആർക്കും അടിയറ വെക്കൂല. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞു, പിന്നെ ലീഗിന്റെ വോട്ട് വാങ്ങിയിട്ട് നിങ്ങളിത് ചെയ്യണത് ശരിയാണോ എന്ന്. ഇതൊരു കച്ചവടമല്ലേ? പകരം വോട്ട് ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കണില്ലേ? നിലമ്പൂരിന്ന് തിരൂരിക്കില്ല ദൂരം തന്നെയല്ലേ തിരൂരിൽ നിന്ന് നിലമ്പൂർക്കും. അത് രണ്ടു കൂട്ടർ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഇപ്പൊ എനിക്ക് അവിടെ വോട്ട് ചെയ്ത് അതുകൊണ്ട് ഞാൻ അവർക്ക് അടിയറ വെക്കണം എന്നാ നടക്കുവോ? ഞങ്ങൾ അങ്ങേപ്പുറത്ത് വോട്ട് ചെയ്യണില്ലേ, അതുകൊണ്ട് അവര് ഞങ്ങൾക്ക് അടിയറ വെക്കുവോ? അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതറിയാതെയാണ് താങ്കളുടെ ആ ചോദ്യം. ഇതില് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ? PV അബ്ദുൽ വഹാബ് നിലമ്പൂരിലെ ഒരു പ്രമാണിയാണ്. അപ്പൊ ആര്യാട് മുഹമ്മദ് ആണോ അബ്ദുൽ വഹാബ് ആണോ വലിയ പ്രമാണി എന്നുള്ള തർക്കം ഇതിലുണ്ടോ? വലിയ പ്രമാണി അയാള് കോടീശ്വരനാന്നേ. ഈ അങ്ങേരെ ഒരു സാധാരണ ആളൊന്നുമല്ല, ഭയങ്കര കോടീശ്വരനാണ്. അല്ല, കോടീശ്വരനായിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ പണ്ടില്ലല്ലോ, ഇപ്പൊ അടുത്ത കാലത്തല്ലേ വന്നത്. താങ്കൾ പറയാറുണ്ട് ഞാൻ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ് എന്ന്. താങ്കൾ പിന്നെ എന്തിലൊക്കെയാണ് വിശ്വസിക്കാത്തത്? ആള് ദൈവത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആള് ദൈവം ഉണ്ടല്ലോ, അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? അല്ല, മുസ്ലിം സമുദായത്തിൽ ആൾ ദൈവങ്ങൾ ഉണ്ടോ? അതെല്ലാ സമുദായത്തിലും ഉണ്ട്, എല്ലാറ്റിലും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മളിത് കേൾക്കണ ആളുകൾക്കറിയില്ല. ആള് ദൈവങ്ങള് എല്ലാറ്റിലും ഉണ്ട്. മനസ്സിലായോ? ഈ ആള് ദൈവങ്ങള് മുസ്ലിം സമുദായത്തിലും ഉണ്ട്. ആള് ദൈവങ്ങളെ ഞാൻ അംഗീകരിക്കൂല. മനസ്സിലായോ? രാഷ്ട്രീയ നേതാക്കന്മാര് പലരും പല പാർട്ടിയിലുണ്ട്, അത് ഞാൻ അംഗീകരിക്കും. അത് അംഗീകരിക്കാതിരിക്കണത് ശരിയല്ലല്ലോ. താങ്കൾ ചില പ്രത്യേക രീതികളുണ്ടല്ലോ, വേണമെങ്കിൽ അഹങ്കാരം എന്നൊക്കെ പറയാം. ഇപ്പോ തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, ഇബ്രാഹിം സുലൈമാൻ സേട്ട് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു, ഒരുമിച്ച് നിങ്ങൾ വോട്ട് തേടി പോകുന്നു. ആ സമയത്ത് വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് സമയമാകുമ്പോൾ താങ്കൾ പള്ളിയിലേക്ക് പോകുന്നില്ല, സുലൈമാൻ സേട്ട് മാത്രം പള്ളിയിലേക്ക് പോകുന്നു. താങ്കൾ അത്തരം നിലപാട് എടുക്കുന്നത് എന്ത് സന്ദേശം നൽകാനാണ്? ഞാൻ സാധാരണ പതിവായി പള്ളിയിൽ പോകണമില്ല, പതിവായിട്ട് പള്ളിയിൽ പോണ ആളല്ല ഞാൻ. അപ്പോ ഇലക്ഷൻ കാലത്തൊരു പ്രത്യേക പോക്കിന്റെ ആവശ്യം ജനങ്ങളെ വഞ്ചിക്കലല്ലേ, അതിന് ഞാനില്ല.